ഡോക്ടർ അജിൽ കോട്ടയിൽ അങ്ങനെ കാലവർഷം എത്തിച്ചേർന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ദിവസത്തിനും മുൻപേ എത്തിയിരിക്കുന്നു. 2009 ശേഷം ഇത്ര നേരത്തെ എത്തുന്നു എന്നതാണ്. അന്ന് എനിക്ക് തോന്നുന്നത് മെയ് 23-നായിരുന്നു. ഇത്തവണ മെയ് 24. ഇതിനു മുൻപ് മെയ് 18-ന് 2004 കാലവർഷം എത്തിയ ചരിത്രമൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മഴ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും തന്നെ കനത്ത മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴ എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിപ്പോൾ ഈ മൺസൂണിന്റെ ഓൺസെറ്റിൽ തന്നെ ഇത്ര വിഗറസ് ആയൊരു മഴ പെയ്യുന്നത് അതിനുള്ള കാരണം എന്താണ് ഡോക്ടർ അജിൽ കോട്ടയിൽ? സാധാരണ നമ്മൾ മൺസൂൺ തുടങ്ങുന്നു എന്ന് സ്ഥിരീകരിച്ച് പറയുമ്പോഴേക്കും അത് പതിയെ തെക്കൻ ജില്ലകളിൽ തുടങ്ങി അങ്ങനെ പതിയെ വ്യാപിച്ചു വരുന്നതാണ് സാധാരണയായി കാണാറുള്ളതെന്ന് തോന്നുന്നു. അതെ, നോർമൽ ആയിട്ട് നമ്മൾ കൺവെൻഷനലായിട്ടും പറയുന്ന മൺസൂണിൻ്റെ പാറ്റേൺ വളരെയധികം മാറിയിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ എവിഡൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കുറേ 4-5 കൊല്ലങ്ങളായിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനു മുമ്പ് ഇന്നാണ് IMD ഔദ്യോഗികമായിട്ട് മൺസൂൺ ഓൺസെറ്റ് ഡിക്ലെയർ ചെയ്ത ദിവസം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് നല്ല മഴ ലഭിച്ചിരുന്നു. ഏപ്രിലിൽ ലഭിച്ചിരുന്നു, മാർച്ചിൽ ലഭിച്ചിരുന്നു, പല സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ ലഭിച്ചിരുന്നു. അത് ഒരു അനോമലിയാണ്, ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള റെയിൻ പാറ്റേണായിട്ട് കണക്കാക്കാം. പക്ഷേ മൺസൂൺ ഓൺസെറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് വിൻഡിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. വിൻഡിൻ്റെ ശക്തിയിലും ഗതിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ആ ഒരു മാറ്റം വളരെ എവിഡൻ്റ് ആയിട്ട് ഇന്നലെ തൊട്ട് അല്ലെങ്കിൽ ഇന്ന് വളരെയധികം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം വിൻഡ്, കാറ്റിൻ്റെ ഗതി, ഞാൻ പറയുന്നത് ഏകദേശം നമ്മുടെ ഒരു 1 കിലോമീറ്ററിൽ മുകളിൽ 5 കിലോമീറ്ററിൽ താഴെ കാണുന്ന, അന്തരീക്ഷത്തിൽ 5 കിലോമീറ്ററിൽ താഴെ കാണുന്ന കാറ്റിൻ്റെ ഗതി ഏകദേശം 60 കിലോമീറ്ററോളം. ഇപ്പോൾ 1.5 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 60 km/h മാറ്റിയിട്ടുണ്ട്. അതൊരു ക്ലാസിക് ഒരു മൺസൂൺ ഓൺസെറ്റ് കണ്ടീഷനിൽ ഓൺസെറ്റ് ഡിക്ലെയർ ചെയ്യാൻ ഉതകുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് 24 ഇന്ന് തന്നെ IMD അതിനെ ഒരു മൺസൂൺ ഓൺസെറ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ മൺസൂണിൻ്റെ മഴയുടെ ശക്തി അത് നമുക്കറിയാം. 2017 അല്ലെങ്കിൽ 15-ന് ശേഷം വളരെ ശക്തമായിട്ടുള്ള മഴ, വളരെ ഷോർട്ട് പീരീഡിൽ വളരെ ശക്തമായിട്ടുള്ള മഴ നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, ശരിക്കും 15-ലല്ല, ശരിക്കും നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്യുകയാണെങ്കിൽ 2010-ന് ശേഷം തന്നെ ഈ ഒരു മാറ്റങ്ങൾ കേരള തീരത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് അതിശക്തമായിട്ടുള്ള മേഘങ്ങളുടെ തീവ്രത ഈ ഒരു കേരള ഉൾപ്പെടുന്ന പശ്ചിമ തീരത്ത് കൂടി വരുന്നതായിട്ട് ധാരാളം. അതെ 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 ലോക്കലൈസ്ഡ് ആയിട്ടുള്ള അതിശക്തമായിട്ടുള്ള മഴ വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ അതിശക്തമായിട്ടുള്ള മഴ ഉള്ള പ്രതിഭാസം 2010-ന് ശേഷം പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ട് നമുക്കത് അനുഭവിക്കാൻ തുടങ്ങിയത് 2018-ന് ശേഷമാണ്. 2018-ൽ അറിയാമല്ലോ, നമുക്കൊരു വലിയൊരു പ്രളയം ഉണ്ടായി. 2019-ൽ റിപ്പീറ്റ് ചെയ്തു. അപ്പം 18-നേക്കാൾ ശക്തമായിട്ടുള്ളൊരു സ്പെല്ലായിരുന്നു 2019-ൽ ഉണ്ടായത്. ക്ലൗഡിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിലും ക്ലൗഡ് അതിശക്തമായിട്ടുള്ള മഴമേഘങ്ങൾ നമ്മുടെ കേരള തീരത്ത് എത്ര ദൈർഘ്യം നോക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ഏരിയ അത് കവർ ചെയ്യുന്ന ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള ക്ലൗഡായിരുന്നു 2019. അതിനൊക്കെയുള്ള സാധ്യത ഇത്തവണയും ഉണ്ട്, അത് തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊന്ന് ഡോക്ടർ അജിൽ, ഇതിപ്പോൾ നമുക്ക് നേരത്തെ പറയാനും പറ്റില്ല അല്ലേ? ഇത് പെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഒരു മേഘവിസ്ഫോടനം ഇന്ന സ്ഥലത്ത് സംഭവിച്ചു, ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത്ര മഴ പെയ്തു എന്നൊക്കെയുള്ള കണക്കായിട്ടത് പുറത്തു വരുമ്പോൾ നമ്മൾ അറിയുകയാണ് അല്ലേ? ഇല്ല, ഇപ്പം നമ്മുടെ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് വളരെ ശക്തമായിട്ടുണ്ട്. ഈ അതിതീവ്ര മഴ ഏത് പ്രദേശത്തേക്കാണ് കേന്ദ്രീകരിക്കുന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ ഒരു ദിവസം മുൻകൂട്ടി പറയാൻ പ്രയാസമാണെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ഒബ്സർവേഷൻസ് ഉണ്ട്. നമുക്ക് റഡാറുണ്ട്, സാറ്റലൈറ്റ് ഡേറ്റകളുണ്ട്. അതിൻ്റെയൊക്കെ സഹായത്തോടു കൂടി 3-4 മണിക്കൂർ മുമ്പ് തന്നെ ആ മേഘങ്ങളുടെ കേന്ദ്രീകരണം ഏത് ഭാഗത്തേക്കാണ്, വടക്കോട്ടാണോ അല്ലെങ്കിൽ മധ്യ കേരളത്തിലേക്കാണോ തെക്കോട്ടാണോ, ആ കേന്ദ്രീകരിക്കുന്നൊരു സൂചന നമുക്ക് ലഭിക്കും. ആ സൂചന കൊണ്ട് ഏകദേശം ഏതൊക്കെ റീജിയൻസിലാണ്, നമ്മുടെ കേരളം ഉൾപ്പെടുന്ന ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ അതിശക്തമായിട്ടുള്ള തീവ്രമഴ ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ള ഒരു 3-4 മണിക്കൂർ മുമ്പ് നമുക്ക് നൗകാസ്റ്റിംഗ് രീതിയിലൂടെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പൊതുവേ അതിശക്തമായിട്ടുള്ള മഴയുടെ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം കാറ്റിൻ്റെ ശക്തി വളരെ അധികമാണ്. കാറ്റിൻ്റെ ശക്തി വളരെ അധികമായതുകൊണ്ട് അധികം മഴ ലഭിക്കണമെന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാഷ്പത്തിൻ്റെ കേന്ദ്രീകരണം കൂടുതൽ നമ്മുടെ കേരള തീരത്തുണ്ട്. കാറ്റിൻ്റെ ശക്തി വളരെ അധികമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗോവ, മഹാരാഷ്ട്ര തീരത്ത്, ഗുജറാത്ത് കോസ്റ്റിന് താഴെയായിട്ട് ഒരു ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട്.
അപ്പോൾ ആ ന്യൂനമർദ്ദത്തിൻ്റെ ശക്തി ഒന്ന് ക്ഷയിച്ചാൽ മാത്രമേ ഈ കാറ്റിൻ്റെ ശക്തി ഇപ്പം നമുക്ക് ഈ കേരള തീരത്തേക്ക് കിട്ടുന്ന കാറ്റിൻ്റെ ശക്തി കുറയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3, 4, 5 ദിവസം ഈ ഒരു മഴയുടെ സ്പെല്ല് നിൽക്കുമെന്ന് പറയപ്പെടുന്നത്. ശരി, ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതിതീവ്ര മഴ ഉള്ള അതായത് ഒരു കാര്യം കൂടി എനിക്കൊരു ഇടവേള എടുക്കേണ്ടതുണ്ട് ഡോക്ടർ അജൽ. ഇപ്പോൾ പെയ്യുന്ന ഈ കനത്ത മഴ എന്നുള്ളത് എത്ര ദിവസം, നമുക്ക് ഏറെക്കുറെ ഒന്ന് കൃത്യമായി പറയാൻ പറ്റിയാൽ എത്ര ദിവസം ഇതേ രീതിയിൽ തുടരും? പ്രഡിക്ഷൻ പ്രകാരം 3, 4 ദിവസം എന്താണെങ്കിലും ഈ ഒരു കണ്ടീഷൻ നിലനിൽക്കാനുള്ള സാധ്യതയാണ് കാണപ്പെടുന്നത്. ആ ഒരു ന്യൂനമർദ്ദം, ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ന്യൂനമർദ്ദം ക്ഷയിക്കുന്നവരെ തീർച്ചയായിട്ടും ഈ കാറ്റിൻ്റെ ശക്തി കൂടി നിൽക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ബംഗാൾ ഉൾക്കടലിൽ അതിനിടയ്ക്ക് ഒരു ന്യൂനമർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു കണ്ടീഷൻ കുറച്ച് ദിവസങ്ങളോട് കൂടി ഒരു 5 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസത്തിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തിരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പം പ്രവചിക്കപ്പെടുന്നത്. ശരി.